നമസ്കാരം. 2025 ഫെബ്രുവരി മാസം 11 തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ A1/57/2025 സർക്കുലറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീട് നിർമ്മിക്കാൻ പോകുന്നവരെയും ആ ആവശ്യത്തിനായി വസ്തു വാങ്ങുന്ന എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഏറ്റവും പുതിയ സർക്കുലറാണിത്. 2018 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ആക്ട് പ്രകാരം റവന്യൂ റെക്കോർഡിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിന് ഭൂമിത്താരം മാറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ ചില വ്യവസ്ഥകൾ ഈ സർക്കുലറിൽ പുതിയതായി ചേർത്തിട്ടുണ്ട്. ഭൂമിയുടെ വിസ്തീർണം 10 സെന്റിൽ താഴെയാണെങ്കിൽ 120 ചതുരശ്ര മീറ്റർ അഥവാ 1291.67 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് വയ്ക്കുന്നതിനും 5 സെന്റ് വിസ്തീർണമുള്ള ഭൂമിയിൽ പരമാവധി 430.56 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടത്തിനും ഭൂമി തരം മാറ്റാൻ അനുമതി ഒഴിവാക്കിയിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യം, ഈ ഒഴിവാക്കൽ ഒരിക്കൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി ഒഴിവാക്കിയെങ്കിലും വില്ലേജ് റെക്കോർഡ് പ്രകാരം ഭൂമി പുരയിടമാക്കണമെങ്കിൽ ഓൺലൈനായി നിയമപ്രകാരമുള്ള ഫീസ് അടച്ച് അപേക്ഷിക്കണം. സന്തോഷകരമായ മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ ഭൂമിയുടെ വിസ്തീർണത്തിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത വസ്തുവിൽ കെട്ടിടം നിർമ്മിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പരിഹരിക്കാം. അതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫെബ്രുവരി മാസം 27, 28 എന്നീ തീയതികളിലായി അദാലത്തുകൾ നടത്തുന്നതാണ്. ഈ അദാലത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ കേസുകളും പരിഹരിക്കണമെന്ന് ഈ സർക്കുലർ പ്രകാരം ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് എന്നും സർക്കുലറിൽ പറയുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണുന്നതുവരേക്കും ബൈ.